ഇത്തരം ഒരു ചർച്ചയിൽ ഇന്ന് സംയുക്ത പ്രതിഷേധം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, കേരളത്തിന് വേണ്ടി അന്തസ്സുള്ള മലയാളികളും രൂപത്തിൽ മാത്രം അല്ലാതെ മനുഷ്യനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ എംപിമാരും ഒക്കെ സംഘടിതമായി ഇന്ന് പാർലമെന്റിൽ ഉയർത്തി. അതിലൊരാൾ മാത്രമാണ് കോഷ്ടി കാണിച്ച്, തമിഴ്നാട്ടിലെ എം പി കേരളത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ കോഷ്ടി കാണിച്ച ഒരാൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് BJP പ്രതിനിധികളുടെ മുഖത്തു നോക്കി നിങ്ങൾ പ്രവൃത്തിയിൽ മനുഷ്യരല്ല മറ്റെന്തെങ്കിലും ആണെന്നും നിങ്ങൾ രൂപത്തിൽ മാത്രമാണ് മനുഷ്യരെന്നും എനിക്ക് വിമർശിക്കേണ്ട വന്നത് എന്തുകൊണ്ടാണ്? അങ്ങിതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ മാത്രമായി കേരളത്തിന്റെ ഒരംഗം മാത്രമായി കാണിച്ച അല്ല, അത് നിക്ക് അങ്ങനെ തോന്നുമ്പോ മറുപടി പറയാനാണ് അങ്ങയുടെ അവസരത്തിൽ എനിക്ക് ഇടപെടായിരുന്നല്ലോ. നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല, പറയുന്നതിന് ഭാഷയ്ക്ക് ഒരു രൂപത്തിൽ മാത്രമാണ് ചിലർ മനുഷ്യരെന്നും പ്രവൃത്തിയിൽ മനുഷ്യരല്ല എന്നും കേൾക്കേണ്ട വരുന്നത് ഈ ന്യായീകരണത്തെ തുടർന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ അന്തസ്സുള്ള മുഴുവൻ എംപിമാരും പ്രതിഷേധിച്ചപ്പോൾ പിന്നെ നാണക്കെടുത്തി ഒരാൾ ഒരു കാര്യം വിശദീകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മാസ്റ്റർ എന്ന പേരുള്ള ആളുകൾ വന്ന് വിദ്യാർത്ഥിയുടെ പ്രായമുള്ള ഞാൻ നടത്തുന്ന ഒരു വാദഗതിയിൽ കയറി ഇടപെടുന്നത് അവരുടെ മര്യാദയ്ക്ക് ചേർന്നതാണോ അവർ ആലോചിച്ചാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനിക്കൊണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതെ. അങ്ങനെ ഇടപെടാൻ അങ്ങ് മാസ്റ്റർ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർക്ക് കാരണവന്മാർ വഴി കിട്ടിയ സ്ഥലത്തല്ല ഞാൻ വന്നിരിക്കുന്നത്, മാതൃഭൂമി ചർച്ചയുടെ ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ ഇടപെടാനല്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചർച്ചയിലും നിങ്ങൾക്ക് കിട്ടിയ മറുപടി ഒക്കെ ഒന്ന് മറച്ചു നോക്കുന്നത് നന്നും. ഇത് എന്റെ അടുത്തൊന്നും മാത്രമൊന്നുമല്ല, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. മറുപടി ഞാൻ കൊടുത്ത മറുപടി അങ്ങും പോയിരുന്നു മറച്ചു നോക്കുക. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ?